ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഒരാള് കുരിശൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാൾ ദൈവത്തെ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ എവിടെയോ കണ്ടു നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ? വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണത്. ആരാന്നുള്ളത് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ബീഫി നിക്കും കൂടി ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇയാളെ കണ്ട സമയത്ത് നമുക്ക് തോന്നിയ ഡൗട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ നിക്കിക്കും തോന്നുന്നതാണ്. നിക്കി വന്നിട്ട് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുടെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. ഇവൻ അടുത്ത് വന്ന സമയത്ത് തന്നെ ഈ ഒരു കണ്ണ് കാണാത്ത ആള് നരകത്തിന്റെ പ്രിൻസ് ഭൂമിയിലെത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ദൈവം ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അയാൾ അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ കണ്ണ് കാണാണ്ട് ഓടിപ്പോയിട്ട് ഒരു സബ്വേയിലേക്ക് പോയിട്ട് നേരെ വീഴുന്നുണ്ട്. ഇപ്പൊ ബീഫി അവനോട് പറയാണ്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അയാളുടെ മുന്നിൽ പോയി ചാടരുതെന്ന്. എന്ത് തേങ്ങെങ്കിലും ആട്ടെ, നമുക്ക് ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യണം, നിന്റെ ഈ ഒരു വൃത്തിയായിട്ട കോസ്റ്റ്യൂം ഒന്ന് മാറ്റണം, ഒക്കെ നമുക്ക് സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. ബീഫി ഇപ്പോ അവന് മാറ്റാനായിട്ടുള്ള ആ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കഴിക്കാനായിട്ട് നല്ല ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇതെങ്ങനെ കഴിക്കാന്നൊക്കെ ബീഫി നിക്കിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരു കഷ്ണം എടുത്ത് വായിലിട്, എന്നിട്ട് ഇങ്ങനെ ചവച്ചിട്ട് എന്ന് ഇറക്കിയാൽ മതി, അപ്പൊ ഉള്ളിലേക്ക് പോയിക്കോളും എന്നിങ്ങനെ പറയാണ്. അല്ല ഞാനിപ്പോ എന്തിനാ തിന്നുന്നത് എന്നിങ്ങനെ നിക്കി ചോദിക്കുകയാണ്. ഇപ്പൊ ബീഫി പറയാണ്, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എനർജി കിട്ടും, ആ ഒരു എനർജി വെച്ചിട്ടാണ് ഈ ഒരു ഭൂമിയിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല നിന്റെ ബ്രദേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നിനക്ക് നല്ല രീതിയിലുള്ള എനർജി വേണം. ഇത് പറഞ്ഞു തീർന്നപ്പോ തന്നെ നിക്കി പറയാണ്, എനിക്കിപ്പോ കുറച്ച് എനർജിയൊക്കെ കിട്ടിയ മാതിരി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് എന്റെ അച്ഛനെ പറ്റിച്ചു വന്ന കള്ള ചേട്ടന്മാരെ വന്ന് ഈ ബോട്ടിൽ കയറാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതുവഴി വന്നിട്ടുണ്ടായിരുന്ന ഒരു ബസ് അവന്റെ മേത്തിരിക്കുന്നുണ്ട്. വീണ്ടും ആശാൻ പടായി. ഇപ്പോ നരകത്തിൽ വന്ന് വീണേക്കാണ്. ഈ ഒരു സമയത്ത് സ്റ്റീവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സ്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്,